നെരിയാമംഗലം പട്ടണത്തിലെ അനധികൃത നിർമ്മാണം. പഞ്ചായത്ത് കെട്ടിടത്തിലെ ഹോട്ടൽ പൊളിച്ചു പണിയുന്നു. നാട്ടുകാർ അന്വേഷണം ആവശ്യപ്പെടുന്നു. കവടങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള നേര്യമംഗലം ടൗണിലെ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ പൊളിച്ച് അനധികൃതമായി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്ത് അനുമതിയില്ലാതെ സ്ഥലപരിധി വ്യാപിപ്പിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്നതായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഹോട്ടലിന്റെ മുൻവശത്ത് നാഷണൽ ഹൈവേ 85 റോഡും പുറകുവശത്ത് പഞ്ചായത്ത് റോഡുമാണ്. ഈ കെട്ടിടത്തിന്റെ പിറകുവശത്തോട് ചേർന്ന് തന്നെ പഞ്ചായത്ത് റോഡിന് സമീപത്താണ് നേര്യമംഗലം ഫയർഫോഴ്സ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഇത്തരമൊരു പ്രധാന കേന്ദ്രത്തിന് സമീപം സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഹോട്ടൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്ന സ്ഥലപരിധി കടന്ന് പുറമ്പോക്ക് ഭൂമി കയ്യേറിയും സ്ഥലം കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനെതിരെ നിരവധി പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കവളങ്ങാട് പഞ്ചായത്തിൽ ഭരണത്തിലുള്ള UDF നേതൃത്വത്തെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും ലക്ഷ്യമിട്ട് ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. കൈക്കൂലി നൽകിയ അധികാരികളുടെ പിന്തുണയോടെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന സംശയവും നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനം പാലിക്കുന്നതും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായി നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും പുല്ലുവില കൊടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന സമീപനമാണ് കടയുടമ കാണിക്കുന്നതെന്ന് നാട്ടുകാർ വിമർശിക്കുന്നു. പൊതുസ്ഥലം കയ്യേറി നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും നാട്ടുകാർ പുറത്തുവിട്ടിട്ടുണ്ട്. പൊതുസ്ഥലം കയ്യേറി അനധികൃതമായി നിർമ്മാണം നടത്തുന്നതായി കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അടിയന്തരമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ജാഗ്രത ന്യൂസ് കേരള. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഉടൻ തന്നെ ജാഗ്രത ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.